ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാകാനുള്ള സാഹചര്യം ഉരുത്തിരിയുമ്പോൾ തന്നെ പാകിസ്ഥാൻ ആദ്യം ഇന്ത്യയോട് പറയുന്ന കാര്യമാണ്, ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട്, ഞങ്ങളത് പ്രയോഗിക്കും. ഓപ്പറേഷൻ സിന്ദൂറിൽ അവർ ആണവായുധം പ്രയോഗിക്കാനുള്ള എല്ലാ നീക്കവും നടത്തിയിരുന്നു. പക്ഷേ ആണവായുധങ്ങൾ ഇരിക്കുന്ന ആ ഒരു ഗോഡൌണിൽ തന്നെ കിരാണ ഹിൽസി അടിച്ചുകൊണ്ട് ഇന്ത്യ ഇതിന് മറുപടി കൊടുത്തിരുന്നു. ഇപ്പോഴിതാ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡിന്റെ മുൻ കമാൻഡറായിട്ടുള്ള ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ ഒരു വലിയ വെളിപ്പെടുത്തൽ ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആദ്യം ആണവാക്രമണം നടത്തിയാലും ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ ആവശ്യമായിട്ടുള്ള ആണവശേഷി അപ്പോഴും നിലനിൽക്കുമെന്നുള്ളതാണ്. അതായത് പാകിസ്ഥാൻ ആദ്യം ഇന്ത്യയിലേക്ക് ആണവാക്രമണം നടത്തിയാലും ഇന്ത്യ തളരില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ന്യൂക്ലിയർ ട്രയാഡാണ് ഇന്ത്യ അതിനുവേണ്ടി രൂപീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാന്റെ കട്ടയും ബോർഡും മടക്കിക്കളയും ഇന്ത്യ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാൻ എങ്ങാനും ഇന്ത്യയിലേക്ക് ഒരു ആണവാക്രമണം നടത്തിയാൽ ആദ്യം കരയിൽ നിന്ന് ആണവ മിസൈലുകൾ, ഭൂഖണ്ഡാന്തര മിസൈലുകൾ പാകിസ്ഥാന്റെ മേൽ വന്ന് പതിക്കും. രണ്ടാമത് യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആണവ പോർമുനകൾ പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള നാശം സംഭവിപ്പിക്കും. അതിനുശേഷം ആണവ അന്തർവാഹിനികളിൽ നിന്നുള്ള മിസൈലുകൾ പാകിസ്ഥാനിലേക്ക് പതിക്കും. 3 സ്ഥലത്ത് നിന്നും പാകിസ്ഥാനെ ആണവായുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ഇങ്ങനൊരു രാജ്യം ഈ ലോകത്തുണ്ടായിരുന്നതായി തന്നെ നിലനിൽക്കാത്ത, നമ്മൾ പറയില്ലേ മാപ്പിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന്, ആ രീതിയിലായിരിക്കും ഇന്ത്യയുടെ പ്രതികരണം എന്നായിരിക്കും അദ്ദേഹം പറയുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയിലെ കരയിലെ മിസൈൽ താവളങ്ങളും വ്യോമത്താവളങ്ങളും ഒരുപക്ഷെ ആക്രമിച്ചുവെന്ന് നമ്മൾ വിചാരിക്കുക, അസ്യൂം ചെയ്യുക. എന്നാലും കടലിൽ പെട്രോളിംഗ് നടത്തുന്ന ഇന്ത്യയുടെ ആണവ അന്തർവാഹിനികൾ സുരക്ഷിതമായി അവിടെ തുടരും. അവിടെ നിന്ന് ഇന്ത്യക്ക് പാകിസ്ഥാനിലേക്ക് അണുവായുധം പ്രയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്ന കാര്യം. ഇനി സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അതിനു മുമ്പ് ഫസ്റ്റ് സ്ട്രൈക്ക് എന്താണെന്ന് നോക്കാം. അതായത് ശത്രുരാജ്യം ആദ്യം ആണവാദ്യം പ്രയോഗിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്ട്രൈക്ക്. ഇനി സെക്കൻഡ് സ്ട്രൈക്ക് ആദ്യ ആണവാക്രമണം നേരിട്ട ശേഷവും തിരിച്ചടിക്കാൻ കഴിയുന്ന ശേഷി. ഇത് ചില ചുരുക്കം രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, അത് ഇന്ത്യക്കുണ്ട് എന്നാണ് ഇപ്പോൾ ഈ കമാൻഡന്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ എന്താണ് ചിന്തിക്കുക, നമ്മൾ ആണവായുധം പ്രയോഗിച്ചാലും ഇന്ത്യ കടുത്ത തിരിച്ചടിയായിരിക്കും തരാൻ പോകുന്നത്, ആണവ തിരിച്ചടിയായിരിക്കും തരാൻ പോകുന്നതെന്നായിരിക്കും പാകിസ്ഥാൻ വിചാരിക്കുക എന്നാണ് ഇപ്പോൾ ഈ കമാൻഡന്റ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.